നമസ്കാരം. മലയാളം. സിൽവർ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി പോകുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് കൂടുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു റീസൺ എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണത്. അതായത് ഏകദേശം 2000-ൽ സിൽവറിൻ്റെ വില എന്ന് പറയുന്നത് വെറും $5 പെർ ഔൺസ് ആയിരുന്നു. അതാണ് ഇപ്പോൾ $70 പെർ ഔൺസിലേക്ക് എത്തിയത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായത്, അതായത് ഇതൊരു മാനിപ്പുലേഷനാണോ എന്നൊക്കെയാണ് പലർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇനി ഇത് സസ്റ്റെയിൻ ചെയ്യുമോ, ഇനി ഇത് എത്ര നാളും കൂടിയും ഇതിൻ്റെ ഈ ഒരു ഗ്രാഫ് മേലേക്ക് അല്ലെങ്കിൽ ഇനി താഴേക്ക്. കാരണം സിൽവർ നോർമൽ ഗോൾഡിനൊക്കെ വെച്ച് നോക്കുന്നതിനേക്കാളും കൂടുതൽ ഫ്ലക്ച്വേഷനുള്ള ഒരു ഇതാണ്, അസറ്റാണ്. അപ്പോൾ ഈ സിൽവറിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ബൂമിങ്ങിൻ്റെ കാരണം എന്ന് പറയുന്നത് സപ്ലൈ ഡിമാൻഡ്, അതാണല്ലോ എന്തിൻ്റെയും ഒരു പ്രൈസ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് അവിടെ ഭയങ്കര കൂടുതലാണ്, പക്ഷേ സപ്ലൈ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ സിൽവറിൻ്റെ നമ്മൾ ഏകദേശം ഈ ഗോൾഡിൻ്റെ ഒരു ട്രെൻഡ് തന്നെയാണ് സിൽവറും എപ്പോഴും ഹിസ്റ്റോറിക്കലി അപ്പ് ട്രെൻഡ് കാണിക്കുന്നതോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പക്ഷെ ഇത്രയും നാളും സിൽവറിൽ വളരെ, ഞാൻ പറഞ്ഞില്ലേ, 2000-ൽ വെറും $5 പെർ ഔൺസിലുണ്ടായിരുന്ന ഈ സിൽവറിന് ഇത്രയും പ്രാധാന്യം ഇപ്പോൾ ഈ അടുത്ത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഉത്തരമുണ്ട്: ഇൻഡസ്ട്രിയൽ യൂസ്. ഇതിനു മുന്നേ അതായത് കുറേ നാളുകൾ ഇതിന് ഒരു ജ്വല്ലറി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് ഇങ്ങനെയുള്ള കുറച്ച് ലിമിറ്റഡ്, പിന്നെ ഇലക്ട്രോണിക്സ് അങ്ങനെ. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഈ സിൽവറിനൊക്കെ ചെറിയൊരു സാധ്യത വന്നത് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച് ആ സമയത്തൊക്കെയാണ് ഇതിന് ചെറിയൊരു ഇൻഡസ്ട്രിയൽ യൂസേജ് വന്നു തുടങ്ങിയത്. അതിനുശേഷം പിന്നെ ഈ വാറുകൾ വന്നപ്പോൾ ഇലക്ട്രോണിക്സ്, അതിൽ റഡാർ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കമ്പോണൻസിൽ അല്ലെങ്കിൽ ഈ റിലേസ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ സർക്യൂട്ട് ബോർഡുകൾ, ഇതിലെല്ലാം അതിൻ്റെ ഒരു ചെറിയൊരു കണ്ടൻറ്റ് വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഡിമാൻഡ് വന്നത്? അതാണ് നമുക്ക് ഒരു ചോദ്യം. ഒന്നുമില്ല, ഇൻഡസ്ട്രിയൽ യൂസ് എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങളും റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന ആ സെക്ടറിൻ്റെ പിന്നാലെയായി. അപ്പം കാരണം ഇപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ ഏകദേശം 2030 ഇന്ത്യ 280 ജിഗാവാട്ട് അത് ഒരു പ്രൊഡക്ഷനാണ് 2030 ഇന്ത്യ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ 2030 ജിഗാവാട്ട് എന്ന് പറയുമ്പോൾ അതിന് ഈ സോളാർ പാനൽ നോർമൽ ഇപ്പോൾ ഒരു ജിഗാവാട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 20 ലക്ഷം പാനലാണ് ഒരു നോർമൽ കേസിൽ ഉപയോഗിക്കാവുന്നത്. അപ്പോൾ ഈ 20 ലക്ഷം പാനൽ എന്ന് പറഞ്ഞാൽ ഒരു പാനൽ ഏകദേശം 500 വാട്ട്, അതാണ് സ്റ്റാൻഡേർഡ്. അതിൽ താഴെയുണ്ട്, അങ്ങനെ ആ റേഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 500 വാട്ടിൻ്റെ ഒരു പാനലിൽ ഒരു നോർമൽ കേസിൽ ഒരു 10 ഗ്രാം സിൽവർ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി, സിൽവറിൻ്റെ കണ്ടക്ടിവിറ്റി, പിന്നെ കൊറോഡയുള്ള ടെൻഡൻസി കുറവാണ്, ഓക്സിഡേഷനുള്ള ടെൻഡൻസി കുറവാണ്. പിന്നെ ഈ പറയുന്ന പാനൽ ഏകദേശം 20 to 25 ഇയേഴ്സാണ് അതിൻ്റെ ലൈഫ് സ്പാൻ പറയുന്നത്. അത്രയും നാൾ കോപ്പറിനും അല്ലെങ്കിൽ മറ്റുള്ളതിനൊന്നും ഇത്രയും നല്ല രീതിയിലൊരു കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ലോസ് ഇല്ലാതെ, ഇലക്ട്രിസിറ്റി ലോസ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റലാണ് ഈ സിൽവർ. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയും പ്രാധാന്യം വന്നത്. അതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഡിമാൻഡ്. അപ്പോൾ എന്തുകൊണ്ട് സപ്ലൈ കുറഞ്ഞു? അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ആരെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതൊന്നും കൂടി അറിയണ്ടേ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏകദേശം 25% ഈ സിൽവർ പ്രൊഡക്ഷൻ നടക്കുന്നത് മെക്സിക്കോയിലാണ്. അതുപോലെ തന്നെ പിന്നെ അടുത്തൊരു 25% അല്ലെങ്കിൽ 30% ചൈനയും പെറു, അതും ഈ പെറും കൂടിയിട്ടാണ് ഇവർ ഇത്രയും 25% കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു പെർസെൻറ്റേജ് ഉണ്ടല്ലോ, അത് വെറും 3% ആണ്. അതിലും ഇന്ത്യക്ക് വലിയൊരു സാധ്യത ആ ഒരു കമ്പനിക്ക് ഉണ്ട്. ആ ഒരൊറ്റ കമ്പനിയാണ് ഇന്ത്യയിൽ സിൽവർ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. സിൽവർ അല്ല ഉൽപ്പാദിപ്പിക്കുന്നത്, അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. ഇതിന് സിൽവറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് സിൽവർ ഒരു രാജ്യവും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് കോപ്പർ, സിങ്ക് ഇങ്ങനെയുള്ള മെറ്റലുകൾ മൈൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ സിൽവർ.
അതുകൊണ്ട് തന്നെ സിൽവറിന് ഒരു ലിമിറ്റേഷനും ഉണ്ട് അവിടെ. അപ്പോൾ സിൽവർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഒറ്റ കമ്പനി എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ സിങ്ക്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം ആ ഒരു ഷെയർ, ഈ സിൽവർ പ്രൈസ് ഏകദേശം 145% ഈ വർഷം കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന സിൽവർ അത്രയും ഒരു അസറ്റായി മാറുകയാണ് അവിടെ. അപ്പോൾ ആ ഒരു കമ്പനിക്കും ആ ഒരു വാല്യൂ അവിടെ വരുന്നുണ്ട്. ആ കമ്പനി ഇപ്പോൾ ഏകദേശം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അത് പറയുന്നതിന് മുന്നേ, അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിൽവറിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പെർ ഇയർ ഏകദേശം 800 ടണ്ണിനും മേലെ, ഒരു 800-850 ടണ്ണാണ് ഇപ്പോൾ നിലവിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്ന കമ്പനി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിൽവർ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2030 കൂടി ഈ 250 ജിഗാവാട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 3000 ടണ്ണ് നമുക്ക് വെറും സോളാർ പാനൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമുണ്ട്. പിന്നെ EV ഉണ്ട്, മെഡിക്കൽ യൂസ് ഉണ്ട്, ബാറ്ററി ഉണ്ട്, അങ്ങനെയുള്ള പല ഇതിലും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യത അവിടെ വരുന്നത്. അപ്പോൾ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത് എവിടുന്ന? അത് കൂടുതലും ഈ പറഞ്ഞ പോലെ മെക്സിക്കോ, ചൈന, പെറു ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ തന്നെയാണ്. UAE വഴിയും വരുന്നുണ്ട്. അപ്പോൾ ചൈന ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു ന്യൂസ് എല്ലാവരും കണ്ടിരിക്കും. അതായത് അവരുടെ സിൽവർ എക്സ്പോർട്ടിങ് അവർ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഏകദേശം 13-14 അല്ലെങ്കിൽ 12-13% അല്ലെങ്കിൽ ആ റേഞ്ചിൽ അവിടെ നടന്നിരുന്ന ഒരു സപ്ലൈ അവിടെ സ്റ്റോപ്പായി. കാരണം വേറെ ഒന്നുമല്ല, ചൈനയിലെ ഏറ്റവും കൂടുതൽ സോളാർ പാനലും EVയും ഒക്കെ ഒരുപാട് ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അവർക്ക് തന്നെ ചെയ്യാത്തൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഇത് ക്ലോസ് ആയി. പിന്നെയുള്ളത് മെക്സിക്കോ, പെറു. എന്തായാലും അവർ ഇത് നിർത്താനൊന്നും പോകുന്നില്ല. പിന്നെ മെക്സിക്കോയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ പല മൈനുകളും കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്ന മൈനുകൾ എക്സ്പയർ ആയി തുടങ്ങുന്നു. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ ഇനി കൂടുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ ഒരു ഗ്രാഫ് ഒരു 2030-35 ആകുമ്പോഴേക്കും താന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. പെറുവിൽ ചെറിയൊരു പ്രൊഡക്ഷൻ ഒരു ഹൈക്ക് സംഭവിക്കാം. അതേപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക് ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ 800 എന്നുള്ളത് ഏകദേശം 1500 ടണ്ണാക്കി ഉയർത്താനുള്ള ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. പക്ഷെ ഇതൊക്കെ വരുന്നത് 2030-ലാണ്. വീണ്ടും ഒരു 5 കൊല്ലം കൂടി കാത്തിരിക്കണം. വേറെ പോളിസി ചേഞ്ചസോ അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമില്ലെങ്കിൽ 2030 കൂടി ആ ഒരു പ്രൊഡക്ഷനിലേക്ക് ഹിന്ദുസ്ഥാൻ സിങ്ക് എത്തും. അപ്പോഴും ഈ പറയുന്ന ഇതിൽ ലോക മാർക്കറ്റിൽ ഈ സോളാറിന് ഉണ്ടായിട്ടുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ EVക്ക് ഉണ്ടായിട്ടുള്ള ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ഇപ്പോഴും സിൽവർ എന്ന് പറയുന്ന ആ ഒരു അസറ്റ് അല്ലെങ്കിൽ ആ ഒരു മെറ്റല് അവൈലബിൾ അല്ല. അതാണ് ഇത്രയും മിനിമം ഒരു 2030 വരെയെങ്കിലും ഈ ഒരു ഷോർട്ടേജ് ഉണ്ടായിരിക്കാം. പിന്നീട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 2030-35 കാലഘട്ടങ്ങളിൽ ഈ പാനലുകളൊക്കെ ഇപ്പോൾ 2010 മുതലാണല്ലോ ഈ ഒരു സോളാർ പാനൽ എന്നുള്ള ഒരു രീതിയിൽ വന്നു തുടങ്ങിയത്. ഏകദേശം 20-25 ഇയേഴ്സാണ് അതിൻ്റെ ഒരു എക്സ്പയറി. അപ്പോൾ അതൊക്കെ റീസൈക്കിൾ ചെയ്ത് ഇതെല്ലാം വീണ്ടും ഒരു ഇതിലേക്ക് വരാം. പക്ഷേ ഏകദേശം 2030 വരെ ഇതിന് വലിയൊരു സാധ്യതയുണ്ട്. പിന്നെ അടുത്തൊരു കേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ RBI കുറച്ച് നാൾ മുന്നേ ഒരു പ്രഖ്യാപനം നടത്തി. അതായത് ഇതുവരെ സിൽവർ നമുക്ക് പണയം വയ്ക്കാൻ പറ്റില്ലായിരുന്നു, ലോൺ എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ സിൽവർ നമുക്ക് വെച്ചിട്ട് പണയം എടുക്കാവുന്ന ഒരു സ്കീം, സെയിം ഗോൾഡിൻ്റെ പോലെ തന്നെ 85%, 70-80% ആ റേഞ്ച്, അത് ഡിപ്പെൻസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതും RBIയുടെ ഭാഗത്തു നിന്നിട്ടുണ്ടായിട്ടുണ്ട്. അതും ആളുകളെ വളരെ, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ആളുകൾക്ക് സിൽവറിനോട് ഭയങ്കര ഒരു ആകർഷണത തോന്നാനും സാധ്യതയുണ്ട്. അതും വലിയൊരു പോസിറ്റീവായിട്ട് സിൽവറിൻ്റെ പ്രൈസിൽ എഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. കാരണം ഈ ഏപ്രിൽ 1 മുതലാണ്, അടുത്ത 2026 ഏപ്രിൽ 1 മുതൽ നമുക്ക് സിൽവറും പണയം വയ്ക്കാം. അപ്പോൾ അതും ഒരു വലിയൊരു ബൂസ്റ്റായി മാറുന്നു. അപ്പോൾ ചൈനയുടെ എക്സ്പോർട്ട് ബാൻ, RBIയുടെ ഇങ്ങനെയുള്ളൊരു ലോൺ എടുക്കാൻ ഒരു സെയിം ലൈക്ക് ഗോൾഡ് അതുപോലെ ആക്കി മാറ്റിയപ്പോൾ ഒരു ഏപ്രിൽ 1 മുതൽ വരുന്ന ആ ഒരു ന്യൂസ്. പിന്നെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇന്ത്യയിൽ തന്നെ 250 ജിഗാവാട്ട് എന്ന് പറയുമ്പോൾ US-ലും ഇങ്ങനെയുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതിൻ്റെ സാധ്യത ഹ്യൂജാണ്. ചൈനയിലായാലും.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിൽവർ എന്ന് പറയുന്ന ഈ മെറ്റല് എനിക്ക് തോന്നുന്നു 2030 വരെ ഒരു അപ് ട്രെൻഡിന് ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ഈ പറയുന്ന ഒരു ലോഹത്തിൽ നമ്മൾ നടത്തുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ SIP രീതിയിലൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പം അതൊരു നമുക്കൊരു ലോൺ എടുക്കാവുന്നൊരു ഇതും കൂടി ആയപ്പോൾ അതിന് വലിയൊരു സാധ്യത ഞാൻ അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എനിവേ, ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ സിങ്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്ന ഷെയർ, അതും ഒന്ന് നോക്കി വെച്ചേര്. കാരണം അതിപ്പോൾ ഉള്ള പ്രൈസിൻ്റെ ഒരുപാട് കയറി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ സിൽവർ ഒരു അപ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ്മെൻ്റ് എടുക്കുമ്പോഴും അത് നിങ്ങളുടെ അഡ്വൈസറുടെ അടുത്ത് എടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടോ എടുക്കുക. ഇത് ഞാൻ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് എന്നുള്ള രീതിയിൽ മാത്രം ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, ബൈ.